റമദാനിൽ സ്വതക്ക കൊടുക്കുക. ഞങ്ങൾ കൊടുക്കാറുണ്ട് ഉസ്താദേ, വീട്ടിലൊക്കെ എത്രയോ പാവപ്പെട്ട ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. സ്വതക്ക കൊടുക്കൽ മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരാൾക്കൊരു 500 രൂപ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണമെന്നാണ്, സ്വതക്ക എത്തിച്ചു കൊടുക്കണമെന്നാണ്. അല്ലാതെ അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, അവരല്ലേ ആവശ്യക്കാരൻ, ഇങ്ങോട്ട് വരട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ റമദാൻ കിറ്റ്, നമ്മുടെ റംസാൻ കിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് പൊടി, പഞ്ചസാര, ഈത്തപ്പഴം, അതുപോലെ തേയില, വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുക, എടാ ഒരു കിറ്റ് ഉണ്ട് വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. ചിലക്കാർ അങ്ങനെ പറയും. ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മുടെ പൈസ കൊണ്ട് വാങ്ങിച്ച ആ കിറ്റ് അത് വേണമെങ്കിൽ വന്ന് എടുക്കാനല്ല, അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത, എന്നാലേ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്വതക്ക എത്തിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ദൂരെയാണ്, കാസർഗോഡാണ്, തിരുവനന്തപുരത്താണ് ആളുള്ളത്, കാസർഗോഡാണ് കൊടുക്കേണ്ട ആളുള്ളതെങ്കിൽ നമുക്കത് അങ്ങോട്ട് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ പറ്റൂല. നമുക്ക് ചിലപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ട്, ബസ്സിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അയാൾ കയ്യിൽ കൊടുത്തുവിടാം. അതല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചു കൊടുക്കലാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ റമദാനിൽ ഒരുപാട് പ്രതിഫലം കിട്ടും.